2025 മകരം, കുംഭം, മീനമാസങ്ങളിൽ ജനിച്ച ഭരണി നക്ഷത്രക്കാർക്ക്. അപ്പോൾ ആദ്യം നക്ഷത്രം ഭരണിയാണ്, അതെല്ലാവർക്കും അറിയാം. ജനിച്ച മലയാള മാസം മനസ്സിലാക്കണം. അതറിയാൻ ജാനുവരി 10 ജനിച്ചെങ്കിൽ കാൽക്കുലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 10 ഏതാണ് മലയാള മാസം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം മകരമാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം. നക്ഷത്രം ഭരണി തന്നെ. ജാനുവരി, ഫെബ്രുവരി മാസങ്ങൾ പരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, ബിസിനസ്സിനെല്ലാം നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. പക്ഷേ മനസമാധാനക്കുറവ് കാണുന്നുണ്ട്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല ഒരു സമയമൊന്നുമല്ല. ചില അനാവശ്യ ചെലവുകളെല്ലാം നല്ലവണ്ണം നിയന്ത്രിക്കണം. ജാനുവരി മാസത്തിൽ യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കണം. മാർച്ച് മാസം പൊതുവെ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം ഇവർക്ക് നല്ലതാണ്. എന്നാൽ കുറച്ച് മനസമാധാനക്കുറവും ടെൻഷനും അല്ല ഇതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഏപ്രിൽ മാസം പൊതുവെ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാൻ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. വീട് നിർമ്മാണത്തിന് വളരെ നല്ലതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനത്തിന് നല്ലത് തന്നെയാണ്. പക്ഷേ കുറച്ച് മനസമാധാനക്കര അനാവശ്യമായ ചെലവുകളിൽ ഇതെല്ലാം കുറച്ച് നിയന്ത്രിക്കേണ്ടതുണ്ട്. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുള്ളൊരു മാസം കൂടിയാണ്. മെയ്, ജൂൺ മാസങ്ങൾ പൊതുവെ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. എന്തെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമൊന്നുമല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. അതുപോലെ തന്നെ ബിസിനസ് ഒഴിച്ച് മറ്റുള്ള പുതിയ എന്തെങ്കിലും തുടങ്ങാൻ പറ്റിയൊരു മാസമൊന്നുമല്ല. കുറച്ച് മനസമാധാനക്കുറവും വ്യക്തിപരമായ പ്രശ്നങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹമെല്ലാം അന്വേഷിക്കുന്നുണ്ട്, നല്ലതാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ടെല്ലാം നല്ലൊരു മാസമാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് പൊതുവെ ഒരു മീഡിയം സമയം. എന്നാലും ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. സഹോദരാദികൾക്കൊന്നും അത്ര നല്ല മാസമൊന്നുമല്ല. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാനൊന്നും പറ്റിയ മാസമല്ല. ഓഗസ്റ്റ് മാസം പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു വിജയം നേടുന്ന ഒരു മാസമാണ്. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. വല്ല ഓപ്പറേഷനിലും വേണ്ടിയിട്ട് പറ്റിയ മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തന, രാഷ്ട്രീയ പ്രവർത്തനത്തിനെല്ലാം നല്ലതാണ്. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമല്ല. അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം. മാതാവിനും അത്ര നല്ല സമയമായിട്ടൊന്നും തോന്നുന്നില്ല. കുടുംബപരമായി, വിദ്യാഭ്യാസപരമായി ഒന്നും അത്ര നല്ലതല്ല. കേസ് വഴക്കിനൊന്നും പോകരുത്.
ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. സെപ്റ്റംബർ മാസം പൊതുവെ ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ ഒരു മാസമാണ്. ദൂരെ യാത്രയെല്ലാം പോകേണ്ടി വരാം. അതിലൂടെ ഗുണാനുഭവങ്ങൾ കിട്ടാം. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണ്. രാഷ്ട്രീയ പൊതുപ്രവർത്തനങ്ങൾക്ക് നല്ലതാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. കുറച്ച് മനസ്സമാധാനത്തോടെല്ലാം ഉണ്ടാക്കിയേക്കാം. ഒക്ടോബർ നവംബർ മാസങ്ങൾ പൊതുവെ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തനത്തിനെല്ലാം പറ്റിയ മാസമാണ്. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ ഒരു അലസത ചിലപ്പോൾ അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ അതേസമയം തന്നെ നവംബർ മാസത്തിൽ കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം. അത് നവംബർ മാസത്തിലാണ്, ഒക്ടോബർ മാസമില്ല. അതേപോലെ തന്നെ നവംബർ മാസത്തിൽ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം ചിലപ്പോൾ തടസ്സങ്ങൾ നേരിട്ടേക്കാം. ഡിസംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനത്തെല്ലാം പറ്റിയതാണെങ്കിൽ അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കണം. വേണ്ടാതെ പ്രശ്നത്തിലൊന്നും തലയിടരുത്. കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഇനി കുംഭമാസം ജനിച്ചവർക്കുള്ള ഫലം നോക്കാം. ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ പൊതുവെ വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം വളരെ നല്ലൊരു മാസമാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. പക്ഷേ ജാനുവരി മാസം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം. അച്ഛനും മക്കൾക്കും എല്ലാം ജാനുവരി മാസം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. കുറച്ച് മനസ്സമാധാനക്കുറവ് ജാനുവരി മാസത്തിൽ ഉണ്ടാക്കിയേക്കാം. ഫെബ്രുവരി മാസം വേറെ കുഴപ്പമൊന്നുമില്ല. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ഒരു മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. മാതാവിനെല്ലാം നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനത്തിന് പറ്റിയതാണ്. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും ഏപ്രിൽ മാസം ചെലവ് വളരെയധികം സൂക്ഷിച്ചോളണം. പണം അനാവശ്യമായി കൈമിൽ നിന്ന് പോവുകയോ നഷ്ടപ്പെടുകയോ കളവ് പോവുകയോ എല്ലാം സാധ്യതയുണ്ട്. ആരെങ്കിലും പറ്റിക്കാനുള്ള സാധ്യതയുള്ളൊരു മാസമാണ് ഏപ്രിൽ മാസം. മെയ് മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. മാതാവിന് നല്ലതാണ്. വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും എല്ലാം പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പൊതുപ്രവർത്തനത്തിനെല്ലാം പറ്റിയ മാസമാണെങ്കിലും വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനും എല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ജൂൺ
മാസം പൊതുവെ ബിസിനസ്സിനാണ് വളരെ നല്ലതായിട്ട് കാണുന്നത്. ബിസിനസ് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ജൂലൈ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. കേസ് വഴക്കിനൊന്നും പോകരുത്. കുറച്ച് മനസമാധാനക്കുറവെല്ലാം ഉണ്ട്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ആരോഗ്യപരമായിട്ടും അത്ര നല്ല ഒരു മാസമൊന്നുമല്ല. ചെറിയ ശത്രുതയെല്ലാം കണ്ടേക്കാം. ഓഗസ്റ്റ് മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും, ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും മാതാവിനും മക്കൾക്കും ഒന്നും മാസം അത്ര ഗുണമുള്ളതൊന്നുമല്ല. അതേപോലെ തന്നെ വീട് വെപ്പ് അടയ്ക്കുകയാണെങ്കിൽ ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം. വസ്തുവാഹനങ്ങളിലൂടെയും ധനനഷ്ടം സംഭവിക്കാം. അതുകൊണ്ട് കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ മാസമല്ല. സെപ്റ്റംബർ മാസം പൊതുവെ എല്ലാ കാര്യത്തിലും വിജയിക്കും. ഉദ്ദേശിച്ച കാര്യമെല്ലാം കുറേയെല്ലാം സാധിക്കും. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പല ഓപ്പറേഷനുകളും വേണ്ടിക്ക് പറ്റിയതാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും മനസമാധാനക്കുറവും ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമൊന്നുമില്ല. ഒക്ടോബർ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കും. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ കുടുംബ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. പക്ഷേ മനസമാധാനക്കുറവും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ടെൻഷനെല്ലാം ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കിയേക്കാം. നവംബർ ഡിസംബർ മാസങ്ങൾ പൊതുവേ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയതാണ്, ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനത്തിന് പറ്റിയതാണ്, സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും മനസമാധാനക്കുറവ് കാണുന്നുണ്ട്. നവംബർ മാസം ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് നല്ലതല്ല. ചെറിയ തടസ്സങ്ങളെല്ലാം അതിന് കാണുന്നുണ്ട്. ഡിസംബർ മാസം പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുതയായിട്ട് കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഇനി മീനമാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി, ഫെബ്രുവരി മാസങ്ങൾ സഹോദരങ്ങൾക്കെല്ലാം പൊതുവെ നല്ലൊരു സമയമായിട്ട് കാണുന്നു. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണ്, കൊടുത്ത പണം എളുപ്പത്തിൽ കിട്ടും, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പക്ഷേ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. പണം നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, ഇതിനെല്ലാം സാധ്യതയുണ്ട്. ആരെങ്കിലും പറ്റിക്കാനും സാധ്യതയുണ്ട്. ജാനുവരി മാസം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. സ്വത്ത് തർക്കത്തിനൊന്നും പറ്റിയ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ജാനുവരി മാസം അത്ര നല്ലതല്ല. മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ പൊതുവെ വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്.
കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. സഹോദരങ്ങൾക്കെല്ലാം വളരെ നല്ല മാസമാണ്. പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും അനാവശ്യമായി പണം നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, പറ്റിക്കുക, ചതിയിൽപ്പെടുക, വേണ്ടാതെ പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത്. അനാവശ്യ കേസ് വഴക്കിലൊന്നും കൊണ്ട് തലയിടരുത്. ചിലപ്പോൾ ഒരു ട്രാൻസ്ഫറും എല്ലാം ഉണ്ടായേക്കാം. മെയ് ജൂൺ മാസങ്ങൾ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. മാതാവിനും നല്ലൊരു മാസമാണ്. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. പക്ഷേ ഒരു അലസത അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. അത് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. ജൂലൈ മാസവും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങളിലൂടെ അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. മാതാവിനെല്ലാം നല്ലൊരു സമയമാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. ചെറിയ മനസമാധാനക്കുറവായിട്ട് കൂട്ടത്തിൽ കാണുന്നു. ഓഗസ്റ്റ് മാസം വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. സെപ്റ്റംബർ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. മാതാവിന് നല്ലതാണ്. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ടെത്തും. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. എന്തെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷന് അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഒക്ടോബർ മാസം പൊതുവെ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്. എല്ലാ കാര്യത്തിലും വിജയം നേടും. ആരോഗ്യപരമായിട്ട് പ്രത്യേകിച്ച് നല്ലതാണ്. പല ഓപ്പറേഷനിലും വേണ്ടിയിട്ട് പറ്റിയ മാസമാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. മാതാവിനും നല്ലൊരു പീരീഡാണ്. കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം വളരെ നല്ലൊരു പീരീഡാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങളിലൂടെയെല്ലാം അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും ഒരലസത കാണുന്നുണ്ട്. അത് ഒഴിവാക്കണം. നവംബർ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ്. കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയൊരു മാസമാണ്. മാതാവിന് നല്ലതാണ്. പിതാവിനും മക്കൾക്കും എല്ലാം നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയൊരു മാസമാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ, അല്ലെങ്കിൽ ദൂരെ യാത്രകളെല്ലാം പോകാൻ നല്ലതാണ്. അതിലൂടെ ധനം ലാഭമെല്ലാം ഉണ്ടായേക്കാം. എന്നാൽ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നു.
ഡിസംബർ മാസം വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിനും നല്ലൊരു സമയമാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാം. ബിസിനസ് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നു.